മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആയുധം കൊണ്ട് ഇറാനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായി അമേരിക്ക കാണുന്നുണ്ട്. അതിനുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ വിഫലമായി. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായി ഇറാനെ ഞെരുക്കാനുള്ള ശ്രമത്തിൽ അമേരിക്ക വിജയിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉപരോധം ലംഘിക്കാൻ ഇറാനെ സഹായിച്ച 35 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഷാഡോ ബാങ്കിംഗ് ശൃംഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് US ട്രഷറി വകുപ്പിന്റെ നടപടി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപരോധങ്ങൾ മറികടക്കാനുമായി കോടിക്കണക്കിന് ഡോളർ കൈമാറാൻ ഈ ശൃംഖല ഇറാനെ സഹായിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഇറാന്റെ സൈനികർക്കും അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സഹായം നൽകുന്ന ശൃംഖലകളെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ എണ്ണ വിൽപ്പനയിലൂടെയാണ് പണം സ്വീകരിക്കാനും മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാനും ഒക്കെ ഈ ശൃംഖലകൾ സഹായിച്ചിരുന്നത്. ഇവരുടെ അമേരിക്കയിലെ അടക്കം സ്വത്തുവകകൾ അമേരിക്ക ഇപ്പോൾ ഉപരോധിക്കാൻ പോകുന്നു, അതിനെ മരവിപ്പിക്കാൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുന്നത് ഇറാനെ സാമ്പത്തികമായി വലിയ ബാധ്യതയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമില്ല. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം അജയ്, വലിയ സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന അമേരിക്കയുടെ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം രാജ്യമാണ് ഇറാൻ. പക്ഷെ അപ്പോഴും അവരെ നയിച്ചുകൊണ്ടിരുന്നത് ഇത്തരം സംഘടനകളുടെ പിൻബലമാണ്. അത് പല രാജ്യങ്ങളിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് എണ്ണ നൽകിയും മറ്റുമാണ് ഇറാൻ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി വരുന്നത്. അവിടെ കൂടെ നിയന്ത്രണം വരുന്നതോടുകൂടി സംശയമില്ല ഇറാന്റെ കാര്യം കുറച്ചുകൂടി പരിതാപകരമാകും. ഇപ്പോൾ US-ന്റെ കടുത്ത ഉപരോധങ്ങൾ കാരണം ഇറാന് ഒരിക്കലും ഡോളറിൽ അവരുടെ വിനിമയങ്ങളൊന്നും നടത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ പ്രധാനമായിട്ടും അവരുടെ ഒരു സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാനെയും അതുപോലെ തന്നെ ബിറ്റ്കോയിനെയും എല്ലാമാണ്. ഇത്തരത്തിൽ ഈ ഇറാന്റെ വിനിമയങ്ങൾക്ക് പ്രധാനമായിട്ടും മറ്റ് പല സംഘടനകളും അതുപോലെ തന്നെ വ്യക്തികളും ഇറാനെ സഹായിച്ചിരുന്നു. ഇതാണ് അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കാൻ ഇറാന് ഏറെക്കുറെ ഗുണകരമായത്. ഇത്തരം ഉപരോധങ്ങളെ മറികടന്നുള്ള അവരുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ ഇറാന് വലിയ തരത്തിലുള്ള സൈനികമായി തന്നെ അവർക്ക് വലിയ തരത്തിലുള്ള ഒരു അപ്രമാദിത്വം കൈവരിക്കാൻ സാധ്യമായിരുന്നു.